ബ്രെഡ് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടവും സിമ്പിളുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് മലബാർ വ്ളോഗർ എത്തിയിട്ടുള്ളത്. ബ്രെഡ് മസാലപ്പൊരി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, 1.5 കപ്പ് മൈദ, പിന്നെ ഒരു മുട്ട ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞ് കോണാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ നമ്മൾ കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ ഒഴിച്ച് നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വെള്ളം ഓവറാവാൻ പാടില്ല, ആ വെള്ളം കുറയാനും പാടില്ല. നമുക്ക് ഈ ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കേണ്ടതാണ്. ആ ഒരു പരുവത്തിന് മാത്രം മതി. അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അധികം ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. നമുക്ക് ബ്രെഡ് മുക്കി പൊരിക്കേണ്ട ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചിട്ട് വരാം. ഇതിപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അടുപ്പിലോട്ടൊരു ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാവിൽ ഓരോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ മാവ് നന്നായിട്ട് അതിൻ്റെ മേലിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ സബോളയൊക്കെ ആ ബ്രെഡിൻ്റെ മുകളിൽ നന്നായിട്ട് പറ്റി പിടിച്ചെടുക്കണം. എന്നാലേ ആ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കത് ഓരോന്നും മുക്കി എണ്ണയിലോട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചട്ടിയിലോട്ട് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇട്ട് കൊടുത്ത ഭാഗം അതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് അതിനാവേണ്ടത്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് നിന്ന് കോരിയെടുക്കാം. ഒരു എണ്ണ പോകുന്നത് വരെ നമുക്കിതൊന്ന് പിടിച്ച് വെക്കാം. എണ്ണയെല്ലാം നന്നായിട്ട് വാർന്ന് പോയതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ വിരിച്ച ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഇട്ട പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി എവിടെയെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണയെല്ലാം ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. നമ്മുടെ ബ്രെഡ് മസാലപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Echoing around these walls, fighting to create a song.